ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണത അഭിയാൻ രാജ്യത്തുടനീളം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഇന്ന് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടും ഇടുക്കിയിലെ ദേവികുളത്തും പരിപാടികൾ. ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി JMM നേതാവ് ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. വിശ്വാസ വോട്ട് തേടുന്നതിനുള്ള ഝാർഖണ്ഡ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം തിങ്കളാഴ്ച. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരിച്ച സംഭവത്തിൽ 6 പേർ അറസ്റ്റ്. UK തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വൻ വിജയസാധ്യത പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പ്രധാനമന്ത്രി ഋഷി സുനക്കിന് തിരിച്ചടിയെന്ന സൂചന. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ക്ഷണപ്രകാരമാണ് ശ്രീ മോദി മോസ്കോയിലെത്തുന്നത്. പുടിനുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഈ മാസം 9, 10 തീയതികളിൽ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കും. കസാഖിസ്ഥാനിലെ അസ്താനയിൽ 24ാമത് ഷാങ്ഹായ് നേതൃതല ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പങ്കെടുത്തു. ഉച്ചകോടിയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ച അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം വേദിയിൽ പങ്കുവച്ചു. ഭീകരവാദികൾക്ക് അഭയം നൽകുകയും സുരക്ഷിത താവളമൊരുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു. യുവാക്കൾക്കിടയിൽ തീവ്രവാദ പ്രവണത വ്യാപിക്കുന്നത് തടയാൻ സജീവമായ നടപടികൾ കൈക്കൊള്ളണമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 2024-25 അധ്യയന വർഷം മുതൽ 3-6 ക്ലാസുകളിൽ ആകർഷകമായ പുതിയ പാഠപുസ്തകങ്ങൾ അവതരിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. പാഠപുസ്തകം പരിഷ്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും 3-6 ക്ലാസുകളിലേക്കുള്ള 9 പാഠപുസ്തകങ്ങൾ ഇതിനകം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ബാക്കിയുള്ള 8 എണ്ണമാണ് തയ്യാറാകുന്നത്. പ്രവർത്തനങ്ങളുടെ പുരോഗതി ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൌൺസിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന അവലോകന യോഗത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ധരിപ്പിച്ചു. പഠനം സന്തോഷകരവും സമ്മർദ്ദരഹിതവുമാക്കുന്നതിന് ഉയർന്ന നിലവാരമുള്ള മികച്ച പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാനാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം പറഞ്ഞു. രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ നീതി നിർവഹണം ത്വരിതപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ CBI അക്കാദമിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന്റെ നവീകരണ പ്രക്രിയയ്ക്ക് മുൻതൂക്കം നൽകുന്നതിനാൽ രാജ്യത്തിന്റെ ഉയർന്ന ഉൽപാദനക്ഷമതയ്ക്ക് പുതിയ നിയമങ്ങൾ കാരണമാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി JMM നേതാവ് ഹേമന്ത് സോറൻ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട ED കേസിൽ അറസ്റ്റിലായതിനെ തുടർന്നാണ് ഹേമന്ത് സോറൻ 5 മാസം മുൻപ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. പിന്നീട് കേസിൽ ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു. വിശ്വാസ വോട്ട് തേടുന്നതിനായി ഝാർഖണ്ഡ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം തിങ്കളാഴ്ച ചേരും. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരിച്ച സംഭവത്തിൽ 6 പേർ അറസ്റ്റിൽ. പ്രാർത്ഥനാ ചടങ്ങിന്റെ സംഘാടകരായ 2 സ്ത്രീകളും 4 പുരുഷന്മാരുമാണ് അറസ്റ്റിലായതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിലെ മുഖ്യപ്രതി പ്രകാശ് മധുകറിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അലിഗഡ് റേഞ്ച് IG അറിയിച്ചു. അതിനിടെ ഹത്രാസ് ദുരന്തം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച 3 അംഗ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഇന്നലെ ലക്നൌവിൽ യോഗം ചേർന്നു. 2 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ തിരുവനന്തപുരത്തെത്തും. വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡലുകൾ ഉപരാഷ്ട്രപതി സമ്മാനിക്കും. തുടർന്ന് കൊല്ലത്തെത്തുന്ന ശ്രീ ധൻകർ വൈകിട്ട് അഷ്ടമുടിക്കായലിൽ ബോട്ട് സവാരി നടത്തും. ഞായറാഴ്ച ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും.
നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണത അഭിയാന് രാജ്യത്ത് തുടക്കമായി. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടും ഇടുക്കിയിലെ ദേവികുളത്തും ഇന്ന് സമ്പൂർണത അഭിയാൻ സംഘടിപ്പിക്കും. കൊല്ലങ്കോട് വാസുദേവ മേനോൻ മെമ്മോറിയൽ പഞ്ചായത്ത് ഹാളിലും ദേവികുളത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പരിപാടി. ഇന്നലെ വയനാട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലെ പരപ്പ ബ്ലോക്കിലും പദ്ധതിക്ക് തുടക്കമായിരുന്നു. കേന്ദ്രം നടപ്പാക്കുന്ന അഭിലാഷ ജില്ലാ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമിട്ടാണ് സമ്പൂർണത അഭിയാൻ നടപ്പാക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു. തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനമുയർത്തുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവച്ചു. ഈ മാസം 26-നാണ് പാരീസ് ഒളിമ്പിക്സിന് തുടക്കമാവുക. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. രാത്രി 7 മണിക്ക് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. നേരത്തെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ജൂൺ 28-ന് തുടങ്ങിയ ടെസ്റ്റ് മത്സരത്തിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം. യൂറോ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് രാത്രി 9:30-ന് സ്പെയിൻ ജർമ്മനിയുമായി ഏറ്റുമുട്ടും. രണ്ടാം മത്സരത്തിൽ പോർച്ചുഗൽ ഫ്രാൻസിനെയും ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ജർമ്മനിയിൽ നിന്നും ഉയർന്ന യൂറോ കാൽപന്താവേശക്കാറ്റ് നിർണായക ദിശയിലേക്ക് നീങ്ങുകയാണ്. 2 ബലപരീക്ഷണങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ആദ്യ മത്സരം രാത്രി 9:30-ന് ആതിഥേയരായ ജർമ്മനിയും ടൂർണമെന്റിൽ മികച്ച ഫോം കണ്ടെത്തി തുടങ്ങിയ സ്പെയിനും തമ്മിലാണ്. രണ്ടാമത്തെ പോരിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും എംബാപ്പയുടെ ഫ്രാൻസും തമ്മിൽ നേർക്കുനേർ വരും. നാളെ ആദ്യ മത്സരത്തിൽ തുർക്കിയും നെതർലാൻഡ്സും തമ്മിൽ ഏറ്റുമുട്ടും. രണ്ടാമത്തെ മത്സരം ഇംഗ്ലണ്ടും സ്വിറ്റ്സർലൻഡും തമ്മിലാണ്. യൂറോ കോപ്പ കാറ്റിനൊപ്പം ഭൂഗോളം തിരിയുന്ന ദിനങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും കോടാനുകോടി കാൽപന്താരാധകർക്ക് സമ്മാനിക്കുക. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് ആവേശോജ്വല വരവേൽപ്പ് നൽകി മുംബൈ നഗരം. 10,000-കണക്കിന് ആരാധകരാണ് നരിമാൻ പോയിന്റിൽ നിന്നും വാങ്കഡെ സ്റ്റേഡിയം വരെ നടന്ന റോഡ് ഷോയിൽ പങ്കെടുത്തത്. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനത്തിൽ BCCI പ്രഖ്യാപിച്ച പാരിതോഷികം ടീം അംഗങ്ങൾക്ക് കൈമാറി. ഇന്ത്യൻ സംഘം ഇന്നലെ ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. UK പാർലമെന്റിന്റെ ഹൌസ് ഓഫ് കോമൺസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വൻ വിജയസാധ്യത പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ. 3 പ്രമുഖ TV ചാനലുകൾ നടത്തിയ എക്സിറ്റ് പോൾ പ്രകാരം പ്രധാനമന്ത്രി ഋഷി സുനക് നയിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടി കനത്ത തോൽവിയും കെയർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി വൻ വിജയവും നേടുമെന്ന് പ്രവചിക്കുന്നു. 650 അംഗ സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 326 സീറ്റുകൾ മാത്രമാണ് വേണ്ടത്. 14 വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവായാണ് ലേബർ പാർട്ടിയുടെ പ്രകടനം വിലയിരുത്തപ്പെടുന്നത്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം തുടരുന്നു. ഇന്ന് സർക്കാർ വിഷയവും അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യവുമാണ് സഭയിൽ പ്രധാനമായും പരിഗണനയ്ക്ക് എടുക്കുന്നത്. ഈ മാസം 11 വരെ നീണ്ടുനിൽക്കുന്ന സഭാ സമ്മേളനം കഴിഞ്ഞ മാസം 10-നാണ് ആരംഭിച്ചത്. വനഭൂമി പട്ടയം സംബന്ധിച്ച വിവരശേഖരണത്തെക്കുറിച്ച് അറിവ് ലഭിക്കാത്തതുമൂലം അപേക്ഷ നൽകാൻ കഴിയാത്തവർക്ക് വീണ്ടും അവസരം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നിയമസഭയിൽ PS സുപാലിന്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. വനഭൂമിയിൽ കുടിയേറിയ പട്ടയം ലഭിച്ചിട്ടില്ലാത്തവർക്കായി നടത്തിയ വിവരശേഖരണത്തിന്റെ കാലാവധി ജൂലൈ 10 മുതൽ 30 വരെ ദീർഘിപ്പിക്കുകയാണെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചു. രാജ്യത്ത് പുതിയ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി നയം ഉടൻ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. 2030ഓടെ ഈ മേഖലയിലെ ഏറ്റവും മികച്ച 10 രാജ്യങ്ങളുടെയും 2047ഓടെ ആദ്യ 5 രാജ്യങ്ങളുടെയും പട്ടികയിൽ ഇന്ത്യ ഇടം പിടിക്കുമെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം സെക്രട്ടറി TK രാമചന്ദ്രൻ പറഞ്ഞു. ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ശില്പശാലയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ കപ്പൽ നിർമ്മാണം പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ആശയങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ രാമചന്ദ്രൻ പറഞ്ഞു. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ അടിസ്ഥാന സൌകര്യങ്ങൾ, പരിശോധനാ സൌകര്യങ്ങൾ എന്നിവയുടെ വികസനത്തിന് ആവശ്യമായ ധനസഹായത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. 2025-26 സാമ്പത്തിക വർഷത്തിൽ 200 കോടി രൂപ ചിലവഴിച്ചായിരിക്കും പദ്ധതി നടപ്പാക്കുകയെന്ന് പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണത അഭിയാൻ രാജ്യത്തുടനീളം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഇന്ന് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടും ഇടുക്കിയിലെ ദേവികുളത്തും പരിപാടികൾ. ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി JMM നേതാവ് ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. വിശ്വാസ വോട്ട് തേടുന്നതിനുള്ള ഝാർഖണ്ഡ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം തിങ്കളാഴ്ച.
ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരിച്ച സംഭവത്തിൽ 6 പേർ അറസ്റ്റിൽ. UK തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വൻ വിജയസാധ്യത പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പ്രധാനമന്ത്രി ഋഷി സുനക്കിന് തിരിച്ചടിയെന്ന സൂചന. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.